വഴിയോര കച്ചവട തൊഴിലാളി സംരക്ഷണ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ നഗരസഭാ കോർപ്പറേഷനുകളിലേക്കും വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ AITUC ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് B നസീർ അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ സെക്രട്ടറി DP മധു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി R അനിൽകുമാർ, ജഗൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. യൂണിയൻ സെക്രട്ടറി S ഷെരീഫ് സ്വാഗതം ആശംസിച്ചു. ഹാരിസ്, ബാഷ, രവീന്ദ്രൻ നായർ, കമറുദ്ദീൻ എന്നിവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി. വഴിയോര കച്ചവട ജീവനോപാധി സംരക്ഷണ നിയമം പൂർണ്ണരൂപത്തിൽ നടപ്പിൽ വരുത്തുക, അർഹരായ മുഴുവൻ കച്ചവടക്കാർക്കും ID കാർഡും ലൈസൻസും നൽകുക, മുഴുവൻ കച്ചവടക്കാരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തിയത്. ഡൽഹി അടക്കമുള്ള പട്ടണപ്രദേശങ്ങളിൽ വഴിവാണിഭത്തിനായി പ്രത്യേക സ്ഥലം നിശ്ചയിച്ചു കൊടുത്ത് ആ സ്ഥലത്ത് ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് നമ്മൾ ചെന്നാൽ. മറ്റൊന്നുകൊണ്ടല്ല, എന്ത് സാധനം അവിടെ കിട്ടും. ഒരു സാധനം ഇവിടുന്ന് മേടിച്ച മറ്റൊരു സാധനത്തിന് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടതില്ല. മനുഷ്യന് ആവശ്യമുള്ള എന്ത് സാധനങ്ങളും കിട്ടുന്ന ഒരു വ്യാപാര കേന്ദ്രം എന്ന തരത്തിലാണ് അതിനെ കാണുന്നത്. അത് മാത്രമല്ല, അതിൻ്റെ പ്രത്യേകത സാധാരണ മനുഷ്യർക്ക് താങ്ങാൻ പറ്റുന്ന വിലയിൽ അത് വാങ്ങിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് അത്തരം സ്ഥാപനങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ജീവിതം സാധ്യമാകൂ. അവനെ ജീവിക്കണം. ലുലുമാൾ പോലുള്ള വൻകിട വ്യാപാര സ്ഥാപനങ്ങളിൽ പോയി അവിടുത്തെ MRP അനുസരിച്ച് സാധനം വാങ്ങിച്ച് ജീവൻ തള്ളി നീക്കുക എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നടപ്പുള്ള കാര്യമല്ല. ഇന്ന് ലോകമെന്ന് പറയുന്നത് യൂസ് ആൻഡ് ത്രോ എന്ന രീതിയിൽ സഞ്ചരിക്കുന്ന ലോകമാണ്. ഉപയോഗിക്കുക, കളയുക എന്ന തരത്തിലേക്കാണ് മനുഷ്യൻ എത്തപ്പെടുന്നത്. അങ്ങനെ ഉപയോഗിക്കുക, കളയുക എന്ന തരത്തിൽ എത്തപ്പെടുമ്പോഴത്തേക്ക് ഒരുപാട് ഗ്യാരണ്ടി അല്ല ആവശ്യം. മറിച്ച് ഗ്യാരണ്ടിയേക്കാൾ പ്രധാനപ്പെട്ടത് നമുക്ക് ഉപയോഗത്തിന് ആ സാധനം ആവശ്യമായി ലഭിക്കുന്നു എന്നുള്ള ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്.